ഒരു രസകരമായ വാർത്തയാണിന്ന്. നമ്മുടെ ഇന്ത്യയുടെ ആയുധങ്ങൾ ഗുണനിലവാരമില്ലെന്നും ഇന്ത്യയുടെ ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെ പരസ്യമായി ചോദ്യം ചെയ്ത ഒരു രാജ്യം ഇപ്പോൾ മൂന്നാമതൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ആയുധങ്ങൾ വേണമെന്ന ആവശ്യവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ്. ഞാനിന്നിപ്പോൾ ഈ പറഞ്ഞത് അസർബൈജാന്റെ കാര്യമാണ്. അർമേനിയക്ക് ഇന്ത്യ വിറ്റ ആയുധങ്ങളുടെ ഗുണനിലവാരത്തെ മുമ്പേ വിമർശിച്ചിരുന്ന അസർബൈജാൻ ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടെത്തിയിരിക്കുകയാണ്. ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിലെ ഇടനിലക്കാർ മുഖേനയാണ് അസർബൈജാൻ ഇപ്പോൾ ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഈ പരോക്ഷമായ അഭ്യർത്ഥന ഇപ്പോൾ നിരസിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ നിലവിലുള്ള പ്രതിരോധ പങ്കാളിത്തത്തിന് മുൻഗണന നൽകുകയും ചെയ്തതായി ഉറവിടങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ മറ്റു യുദ്ധോപകരണങ്ങളും ഉൾപ്പെടുന്ന അർമേനിയയിലേക്കുള്ള ഇന്ത്യയുടെ സമീപകാല സൈനിക വിൽപ്പനയിൽ നിന്നാണ് അസർബൈജാന്റെ നേരത്തെയുള്ള ഈ വിമർശനം ഉടലെടുത്തത്. അസർബൈജാൻ പ്രതിരോധ മന്ത്രാലയം ഈ ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെ പരസ്യമായി ചോദ്യം ചെയ്തിരുന്നു. അവ സൈനിക സന്തുലിതാവസ്ഥയിൽ നിസ്സാരമായ സ്വാധീനം ചെലുത്തുന്നുവെന്നും എളുപ്പത്തിൽ ഇതിനെ നേരിടാൻ കഴിയുമെന്നുമാണ് ഈ രാജ്യം അവകാശം ഉന്നയിച്ചത്. അസർബൈജാന്റെ ഈ വിമർശനം ദക്ഷിണ കോക്കസ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിരിമുറുക്കങ്ങൾക്ക് അടിവരയിടുകയും സൈനിക സഖ്യങ്ങളുടെയും ധാരണകളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകതയെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. പരമ്പരാഗതമായി അസർബൈജാൻ അതിന്റെ സൈനിക ഹാർഡ്വെയറിനായി തുർക്കിയെയും ഇസ്രായേലിനെയുമാണ് ആശ്രയിക്കുന്നത്. എന്നാൽ സമീപകാല ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അതായത് ഗാസയിലെ പ്രവർത്തനങ്ങളിൽ ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ആയുധ കയറ്റുമതിയിലെ കുറവും ഉൾപ്പെടെ തടസ്സങ്ങൾ മുന്നോട്ട് വന്നതോടുകൂടി ഇതിന് പകരം വേറെ രാജ്യങ്ങളുമായി ആയുധ കച്ചവടം നടത്താൻ വേണ്ടി അസർബൈജാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഇന്ത്യ ആഗോള ആയുധ വിപണിയിലെ ഒരു പ്രധാന കളിക്കാരനാകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിന്റെ പ്രതിരോധ വ്യവസായ പീരങ്കികൾ, മിസൈലുകൾ, ചെറു ആയുധങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ കാര്യമായ കഴിവുകൾ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിപണനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്താണ് അസർബൈജാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഒരു മൂന്നാം കക്ഷി രാജ്യത്തിലൂടെ പരോക്ഷമായ ഈ സമീപനവുമായി മുന്നോട്ട് പോകുന്നത്. ആയുധ സംഭരണത്തിനുള്ള സാധ്യതകൾ ആരായുമ്പോൾ നയതന്ത്ര അകലം പാലിക്കാനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ അസർബൈജാൻ ചെയ്യുന്നത്. അസർബൈജാന്റെ ഈ താല്പര്യം ഉണ്ടായിരുന്നിട്ടും ഈ അഭ്യർത്ഥനയുമായി ഇടപഴകാൻ ഇന്ത്യ പൂർണ്ണമായും വിസമ്മതം അറിയിച്ചിരിക്കുകയാണ്. അതായത് ഒരു മൂന്നാം കക്ഷിയുടെ പങ്കാളിത്തമില്ലാതെ സ്വന്തം ഉഭയകക്ഷി ബന്ധങ്ങളും മുൻഗണനകളും നിർണ്ണയിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് ഇടനിലക്കാരനായ രാഷ്ട്രത്തിലൂടെ ഇന്ത്യ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ പ്രതികരണം നിലവിലുള്ള പ്രതിരോധ പങ്കാളിത്തത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു. പ്രത്യേകിച്ച് മേഖലയിലെ പ്രധാന തന്ത്രപരമായ പങ്കാളിയായി കണക്കാക്കപ്പെടുന്ന അർമേനിയയുമായുള്ള ബന്ധം. ഈ വികസനം സങ്കീർണമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യം അവതരിപ്പിക്കുമ്പോൾ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഇന്ത്യ അതിന്റെ പ്രതിരോധ ഉൽപാദന ശേഷി വികസിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത് തുടരുമ്പോൾ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെയും ഇന്ത്യ നേരിടേണ്ടതായി വരും. അതായത് മറ്റ് രാജ്യങ്ങളുടെ വിലയിൽ നിന്നും വളരെയധികം വില കുറച്ചാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ഈ സമീപനം മേഖലയിലെ സൈനിക വിൽപ്പനയുടെ സെൻസിറ്റീവ് സ്വഭാവത്തെ പ്രതിഫലിപ്പിച്ചേക്കാം. അവിടുത്തെ സഖ്യങ്ങളിലെ ഏതൊരു മാറ്റത്തിനും കാര്യമായ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഇതുണ്ടാക്കാം. അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂറോപ്യൻ വിപണികളിലേക്കുള്ള ഒരു പ്രധാന കവാടമായി മൊറോക്കയെ പ്രയോജനപ്പെടുത്തി പ്രതിരോധ കയറ്റുമതി കാൽപ്പാടുകൾ വിപുലീകരിക്കാൻ ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഈ തന്ത്രത്തിന്റെ പരിണിത ഫലമായി മൊറോക്കോ ഗവൺമെന്റ് ഇന്ത്യൻ പ്രതിരോധ കമ്പനികളെ ഇപ്പോൾ മൊറോക്കയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് അത്യാധുനിക അന്തരീക്ഷം, സീറോ ബ്യൂറോക്രസി, ലാഭക്ഷമത എന്നിവ നൽകാനുള്ള മൊറോക്കയിൽ ഈ അടുത്തിടെ നടന്ന ഒരു പ്രതിരോധ വ്യവസായ സെമിനാർ ദേശീയ പ്രതിരോധ ഗവൺമെന്റിന്റെ തലവൻ ഊന്നി പറയുകയും ചെയ്തു. ആഫ്രിക്കയിലും യൂറോപ്പിലും ഉടനീളം 90 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ മൊറോക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് ഈ വിപണികളിലേക്ക് സമാനതകളില്ലാത്ത ഒരു പ്രവേശനം മൊറോക്കോ വഴി സാധ്യമാവും. ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലുമുള്ള മൊറോക്കോയുടെ ഈ സ്വാധീനം ഇന്ത്യയെ ഒരു ആഗോള കയറ്റുമതി പ്ലാറ്റ്ഫോമായി മാറ്റാൻ സഹായിക്കും. അങ്ങനെ മൊറോക്കോയിൽ പ്രതിരോധ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും സാങ്കേതിക കൈമാറ്റ കരാറുകൾക്കുമായി ഇരു രാജ്യങ്ങളും ദീർഘകാലമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ചുവട് വെച്ചു കഴിഞ്ഞു. അങ്ങനെ ലോകം മുഴുവൻ ഇന്ത്യയുടെ ആയുധങ്ങൾ, ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കാൽപ്പാടുകൾ വിപുലീകരിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.